നമ്മുടെ ഈ സമൂഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വചന ലംഘനമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എന്താണ് വചന ലംഘനം? അത് ജെറമിയായുടെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുലിഖിതമാണ്. ജെറമിയ 29:6. ജെറമിയ 29:6 എന്താ വചനം? നിങ്ങൾ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ മക്കളെയും വേഗം പിടിച്ച് നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. എന്താ അതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്. ബൈബിളിൽ എന്തിനു വേണ്ടിയാണ് ഇത്രയും സ്ഥലം കളഞ്ഞത് ഞാൻ പലപ്പോഴും അന്ന് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ വേഗം കല്യാണം കഴിക്കണം, നിങ്ങളുടെ മക്കളെയും വിവാഹം കഴിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരാകണം. നിങ്ങളുടെ കുടുംബത്തിലെ മുഖ്യ വിചാരം കല്യാണം എന്ന വിഷയം ആയിരിക്കണം എന്നാണ് ഈ വചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനപ്പോൾ അന്ന് ചിന്തിച്ച്, അന്ന് ഞാൻ 80കളിലാണ് സ്കൂളിൽ പഠിച്ചത്. അന്ന് ഈ കുട്ടികളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പെടാപ്പാട് പെടുകയായിരുന്നു ടീച്ചേഴ്സും അധ്യാപകരും. കാരണം അത്രമാത്രം ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു ട്രെൻഡാണ് അത്. അങ്ങനെയായിരുന്നു, കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള ആവേശമായിരുന്നു കുട്ടികൾക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്നാൽ ആ അവസ്ഥയൊക്കെ മാറി, കല്യാണത്തിനോട് താല്പര്യമില്ലാതെയായി. ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങളെ ഭരിക്കുന്ന 3 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ക്രിസ്തീയ കുടുംബങ്ങൾ ഭരിക്കുന്ന 3 പ്രിൻസിപ്പിൾ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്: ക്രിസ്ത്യൻ ഫാമിലീസ് ആർ മണി ഓറിയന്റഡ്. എന്താ മണി ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ? അവർക്ക് പണം മതി, പണം 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 പണം. അതുകൊണ്ട് കുടുംബജീവിതത്തിന് സമയമില്ല, താല്പര്യമില്ല. വേറൊരു സമുദായത്തിലെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ്: ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ കേട്ട് വളരണം, നീ വേഗം വലുതാകണം, നീ കല്യാണം കഴിക്കണം, നിന്റെ കുട്ടീനെ കണ്ടിട്ട്, നിന്റെ പുത്രീപുത്രന്മാരെ കണ്ടിട്ട് വേണം ഞങ്ങൾക്കൊന്ന് മരിക്കാൻ. നമ്മുടെ കാർന്നമാരുടെ കാലത്ത് നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു: നീ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പണ്ടത്തെ കാർന്നമാര് പറയായിരുന്നു. അപ്പൊ എൻ്റെ സ്നേഹിതനായ വേറൊരു സമുദായത്തിൽപ്പെട്ട സഹോദരൻ പറഞ്ഞിങ്ങനെയാണ്: ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഫാമിലി ഓറിയന്റഡ് ആണ് ഞങ്ങളുടെ കൾച്ചർ. കുടുംബ ജീവിതത്തിനാണ് ഇമ്പോർട്ടൻസ്. അവിടെ കല്യാണങ്ങൾ നടക്കണം, മക്കളുണ്ടാകണം, മക്കളുടെ മക്കളുണ്ടാകണം, തലമുറകളെ കാണണം, കുഞ്ഞിക്കാല് കാണണം. ഇതിനാണ് എപ്പോഴും കുടുംബത്തിൽ ഇമ്പോർട്ടൻസ്. നീ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യാതിരിക്കുക, അതൊന്നും 2ാം സ്ഥാനം 3ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനം വളരെ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുന്നത് നീ വേഗം വലുതാകണം, നീ വേഗം കല്യാണം നടക്കണം, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം. എന്നാൽ ക്രിസ്തീയ സമുദായത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ പണം 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 എന്ന ഒരു ബാധ നമ്മളെ കുറച്ച് കാലങ്ങളായി ആവസിച്ചു. 1950-60 വരെ അതുണ്ടായിരുന്നില്ല. നമ്മുടെ കാരണന്മാർ ഒരിക്കലും അതിനെക്കുറിച്ച് ബോധേടായിരുന്നില്ല. പണത്തെക്കുറിച്ച് അവർക്ക് കല്യാണം നടക്കണം, മക്കളുണ്ടാകണം, 8 മക്കൾ, 10 മക്കൾ, 12 മക്കൾ, അവരെയൊക്കെ അവർ സാധിക്കുന്ന പോലെ പോറ്റി വളർത്തി. അങ്ങനെ കുടുംബജീവിതമായിരുന്നു അവരുടെ ആനന്ദം. ഇന്ന് കുടുംബജീവിതം ആനന്ദം മാറി പണം എണ്ണതിലാണ് നമ്മുടെ ആനന്ദം. അതുകൊണ്ട് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടീനെ എങ്ങനെയെങ്കിലും തല്ലി പഴിപ്പിച്ച്, അതിന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതിനെ പഠിപ്പിച്ച് IELTS എടുത്ത് ജയിക്കുന്നില്ലെങ്കിൽ അതിനെ ഇടിച്ചും കുത്തിയും അതിനെ പഠിപ്പിച്ച് IELTS ജയിപ്പിച്ച് കടൽ കടത്തി അപ്പുറത്തേക്ക് വിടും. ഈ ജീവിതം ഒരിക്കലും കാണില്ലെന്ന് വിചാരിച്ചാലും വിഷയമില്ല, പണം കിട്ടിയാൽ മതി. കുടുംബവും കുടുംബ ബന്ധങ്ങളും സ്നേഹവും ജീവിതവും ഇടപെടലും കുടുംബത്തിൻ്റെ വാമന സൂക്ഷ്മത അതൊന്നും നമുക്ക് വിഷയമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണം പണം പണം. അതുകൊണ്ട് ചെറിയ സ്കൂൾ കുട്ടികൾക്കൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളൊക്കെ പഠിച്ചാൽ, ഞാൻ അട്ടപ്പാടി ചെന്നപ്പോൾ ഞാൻ ആ അട്ടപ്പാടിയിലെ ജനങ്ങളുടെ ഒരു സാഹചര്യം കണ്ടത്, അവരുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ വിടുന്നു. പഠിക്കുന്നവർ പഠിക്കും, ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ പഠിച്ചു പോവും. അല്ലാത്തവർ അവർക്ക് ജീവിതമുണ്ട്, നന്നായി ജീവിക്കുന്നു. അവർ അവിടെ പച്ചക്കറി കടയിടുന്നു, അവർക്ക് സൈക്കിൾ കടയിടുന്നു, കാർ കട, പല കാര്യങ്ങൾ ചെയ്യുന്നു, ഡ്രൈവിംഗ് ചെയ്യുന്നു, നല്ല കുടുംബജീവിതം നന്നായിട്ട് നടത്തുന്നു.
ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരുപാട് എടുത്താൽ പോകാത്ത ചുമട് കടബാധ്യത വരുത്തി വെക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്, പഠിപ്പിച്ച് ലക്ഷോപലക്ഷം കടവും വരുത്തി. പിന്നെ ഇവർക്ക് ഇവിടെ നിന്ന് ഇവർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഈ കടം വീട്ടണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് കുഴപ്പമില്ല, കടബാധ്യത എടുത്താൽ പോകാത്ത കടബാധ്യത വരുത്തി വെച്ച് അത് വീട്ടാൻ വേണ്ടി അവർ നമ്മുടെ നാട് വിട്ടു പോകേണ്ടി വരും. നമ്മുടെ മക്കൾ നമ്മുടെ ചുറ്റിനും വളരട്ടെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമ്മുടെ ചുറ്റിനും വളരട്ടെ. എന്താ നമ്മുടെ മക്കൾ നമ്മുടെ ചുറ്റിനും വളരണമെന്ന് പറയാൻ കാരണമുണ്ട്. തലമുറകളായിട്ട് നമ്മുടെ കാരണവന്മാരായി വളർത്തി വലുതാക്കിയ വലിയ വലിയ നമ്മുടെ സംരംഭങ്ങൾ, ബിസിനസ്സുകൾ ടേക്ക് ഓവർ ചെയ്യാൻ തലമുറ ഇവിടെ വേണം. വലിയ വലിയ ക്രിസ്ത്യൻ സെൻ്ററുകൾ തൃശ്ശൂർ, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, ആലപ്പുഴ, ഇങ്ങനെയുള്ള വലിയ വലിയ ക്രിസ്ത്യൻ സെൻ്ററുകളിൽ ബിസിനസ് കോടിക്കണക്കിന് ടേൺ ഓവർ വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛാ, ഞങ്ങളുടെ തലമുറ കാർന്നോമാരായിട്ട് 100 വർഷം പഴക്കമുള്ള ബിസിനസ്സാണ്, 150 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ പാരമ്പര്യമുള്ള വലിയ ഒരു ശൃംഖലയാണ്. പക്ഷേ എനിക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു. ആൺകുട്ടി പഠിച്ച് കാനഡയിൽ പോയി, അവിടെ വെൽ സെറ്റിൽഡാണ്. പെൺകുട്ടി പഠിച്ച് ഓസ്ട്രേലിയയിൽ പോയി, അവിടെ വെൽ സെറ്റിൽഡായി. ഇനി അവർ തിരിച്ചു വരുന്നില്ല. ഈ ബിസിനസ് ഇനി ടേക്ക് ഓവർ ചെയ്യാൻ ആളില്ലച്ചോ. അങ്ങനെ 150 വർഷത്തെ ഹെറിറ്റേജ് ഉള്ള ആ വലിയ സക്സസ്ഫുൾ ആയ ബിസിനസ് സാമ്രാജ്യം എല്ലാം എന്തായി? ഇയാളോട് ഇവിടെ തീരാൻ പോവുകയാണ്. കാരണം പിൻതലമുറയില്ല. ഉണ്ടായിരുന്ന 2 കുട്ടികൾ, ഒരെണ്ണം കാനഡയ്ക്കും പോയി, ഒരെണ്ണം ഓസ്ട്രേലിയക്കും പോയി. അങ്ങനെ 3 കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് ഈ സമുദായത്തിന് കയ്യിൽ നിന്ന് വിട്ടുപോയി. ഒന്നാമത്തത് ബിസിനസ്സും ലാൻഡും കൈവിട്ടുപോയി. നല്ല കച്ചവടവും നല്ല കൃഷിഭൂമി ഉണ്ടായിരുന്ന ഒരു സമുദായമായിരുന്നു ക്രിസ്തീയ സമുദായം. എന്നാൽ ലാൻഡും ബിസിനസ്സും ഈ സമുദായത്തിന് കയ്യിൽ നിന്ന് വിട്ടുപോയി. കാരണം പിൻതലമുറയില്ല, കൈവിട്ടുപോയി. കടം കയറി അത് വിൽക്കേണ്ട സ്ഥിതിയായി, അത് കൈവിട്ടുപോയി. രണ്ടാമത്, നമ്മുടെ കുടുംബങ്ങളിൽ മക്കളില്ലാത്തതുകൊണ്ട്, പിൻതലമുറ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കുടുംബം കേരളത്തിൽ ഈ സമുദായം രാഷ്ട്രീയമായി വട്ടപൂജ്യമായി മാറി. ഇത് ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാരുടെ മുന്നറിയിപ്പിൽപ്പെട്ട ഒരു കാര്യമാണ്. 2 പതിറ്റാണ്ട് കഴിയുമ്പം, 2 പതിറ്റാണ്ട് മതി അന്തരീക്ഷം മാറാൻ. രാഷ്ട്രീയമായി വട്ടപൂജ്യം. മൂന്നാമത്, 2 പതിറ്റാണ്ട് കഴിയുമ്പം ഗവൺമെന്റ് ജോലികളിൽ ഈ സമുദായത്തിലുള്ളവരുടെ പേര് നാമമാത്രമായി ചുരുങ്ങും. ഗവൺമെന്റ് ജോലികളിൽ വില്ലേജ് ഓഫീസിൽ ചെന്നാൽ, തഹസിൽദാർ താലൂക്കിൽ ചെന്നാൽ, പഞ്ചായത്തിൽ ചെന്നാൽ, കോർപ്പറേഷൻ ചെന്നാൽ, മുനിസിപ്പാലിറ്റി ചെന്നാൽ അവിടെ ഈ സമുദായത്തിലുള്ളവരുടെ പേര് നാമമാത്രമായി ചുരുങ്ങും. ഗവൺമെന്റ് ജോലികളിൽ ഇവരില്ലാതെയായി മാറും. ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞോ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനസംഖ്യ, അതായത് നമ്മൾ പണം എന്ന് പറഞ്ഞ് മാത്രം നമ്മുടെ കുടുംബത്തിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ കുടുംബത്തിൽ ധാരാളം മക്കളെ സ്വീകരിക്കാവുന്ന കുടുംബ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടായില്ല. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയാണ്, ക്രിസ്ത്യൻ കൾച്ചർ തന്നെ ഒരു ഫാമിലി കൾച്ചറിന്റെ അടിസ്ഥാനത്തിലുള്ള കൾച്ചറാണത്. സുദൃഢമായ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആധ്യാത്മികതയാണ് നമ്മുടെ ആധ്യാത്മികത. അതുകൊണ്ടാണ് ജെറമ്യായുടെ പുസ്തകത്തിൽ 29-6 വാക്യം പറഞ്ഞത്, നിങ്ങൾ വേഗം കല്യാണം കഴിക്കണം, നിങ്ങളുടെ മക്കളെയും വേഗം കല്യാണം കഴിക്കണം, അവർക്ക് മക്കളുണ്ടാകണം, അങ്ങനെ മക്കളുടെ തലമുറകൾ നിങ്ങൾ ഒരുമിച്ച് കൂടിയ വലിയൊരു സംഖ്യ അവിടെ ഉണ്ടാകണം. ഫാമിലി ലൈഫിന് ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പിരിച്വാലിറ്റി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് മാറി നമ്മുടെ കുടുംബങ്ങളെ ദൈവവചനം ഭരിക്കുന്നതിന് പകരം 3 പ്രിൻസിപ്പിൾസ് ഭരിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ക്രിസ്ത്യൻ ഫാമിലീസ് ആർ മണി ഓറിയൻറ്റഡ്. രണ്ടാമത്തതാണ് ക്രിസ്ത്യൻ ഫാമിലീസ് ആർ ജോബ് ഓറിയൻറ്റഡ്. ജോബ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജോലി. എങ്ങനെയെങ്കിലും അതിനെ ഇടിച്ചുകൂടി ജോലിക്ക് കയറ്റാതെ തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ബിസിനസ്, ഒരുപാട് കാര്യങ്ങൾ, കൃഷി, അതിനൊന്നും നമ്മുടെ ചിന്തയിൽ സ്ഥാനമില്ലാതായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് മുഴുകിയതുകൊണ്ട് ഇല്ലാത്ത വിധത്തിൽ എടുത്താൽ പൊങ്ങാത്ത ഭാരവും തലയിലെടുത്ത് വെച്ച് പഠിപ്പിച്ചും എന്തായി, ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ള കുടുംബങ്ങൾ മാറി. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ സാധാരണ ജോലിക്കൊന്നും ഇവിടെ
അംഗങ്ങളില്ലാതെയായി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി.